ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റേക്കേഷനാണ്. അപ്പോൾ എൻ്റെ ഓഫീസിലെ കൊളീഗ്സിൻ്റെ ഒപ്പമാണ് ഇത്തവണത്തെ ട്രിപ്പ്. ടോമും പ്രശാന്തേട്ടനും കൂടി വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെരുമ്പാവൂരെത്തി. ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഷെബിൻ ബ്രോയ്ക്കും നിഖിൽ ബ്രോയ്ക്കും വേണ്ടി. അങ്ങനെ ഷെബിൻ ബ്രോ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിഖിൽ ബ്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല ബ്ലോക്കാണ്, ഒപ്പം മഴയും വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നിഖിൽ ബ്രോനെയും കിട്ടി നമ്മൾ അവിടെ നേരെ പോവുകയാണ്, കോതമംഗലത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ സ്റ്റേക്കേഷന് വേണ്ടിയിട്ടുള്ള അന്നത്തെ ദിവസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അതേ നമ്മുടെ മെയിൻ ഐറ്റംസ്. അപ്പോൾ ഇത് കോതമംഗലത്തിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ കോതമംഗലം തന്നെയുള്ള ഒരു ടീ സ്പോട്ടിൽ നിന്ന് വൈകുന്നേരത്തെ സ്നാക്സ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ വെച്ച് പിടിക്കുകയാണ് നമ്മുടെ റിസോർട്ടിലേക്ക്. അപ്പോൾ അത് അടിപൊളി വ്യൂ ഒക്കെയാണ്. നമ്മൾ പോകുന്നത് കുട്ടമ്പുഴയിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലെത്തി. പ്രോപ്പർട്ടിയുടെ പേരെന്ന് പറയുന്നത് ക്രിസ്റ്റൽ റിവർ വ്യൂ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ സ്റ്റേയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള പൂളാണ് ഇതാ കാണുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ ഒന്ന് പോയായിരുന്നു. തിരിച്ചു വന്ന് നമ്മുടെ ഗ്രില്ലിനും എല്ലാം ഉള്ള സാധനങ്ങളെല്ലാം പുരട്ടി വെച്ചിട്ട് നമ്മൾ നമ്മുടെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അടിപൊളി ഒരു മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു. അപ്പോൾ മഴയത്ത് ഇങ്ങനെ പൂളി കിടക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ എല്ലാവരുടെയും തന്നെ ലൈഫിൽ കാണൂലേ ഒരുപാട് വർക്ക് പ്രഷർ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്തുള്ള ടെൻഷൻ, അല്ലെങ്കിൽ അതുമല്ല ഫാമിലിയിലെ പ്രോബ്ലംസ്, വേറെ ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ട്രിപ്പൊക്കെ പോകുന്നത് അടിപൊളിയായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളും ഈ ട്രിപ്പ് വന്നിട്ടുള്ളത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ അല്ലേ. അപ്പോൾ പൂളിലെ കുറച്ച് കലാപരിപാടികൾക്ക് ശേഷം നമ്മൾ ഗ്രില്ലടിക്കാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രില്ലിട്ടിട്ട് നമ്മൾ പൂളിലേക്ക് ഇറങ്ങി അങ്ങോട്ട് അറുമാധികമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒരു ബോൾ കിട്ടി അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ അത് വെച്ച് കുറേ നേരം പൂളിൽ സ്പെൻഡ് ചെയ്തു ടൈം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ വീട്ടിലൊരു പൂൾ ഉണ്ടാക്കണമെന്നുള്ളൊരു തോന്നൽ വരെ നമുക്ക് വരും. ഈ ചൂട് സമയത്തൊക്കെ ആണെങ്കിലും പൂളിലിങ്ങോട്ട് ഇറങ്ങി കിടക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഗ്രില്ലടിയും ഫുഡടിയും ഒരുപാട് നേരത്തെ സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 2-2:30 ആയി വെളുപ്പിന് കിടന്നപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് ഓരോ കട്ടനം കണ്ട് അടിച്ചു. പിന്നെ തലേദിവസത്തെ ബീഫും ചപ്പാത്തി ഉണ്ടായിരുന്നു, അതും കൂടി അങ്ങോട്ട് അടിച്ച് കയറ്റി. പിന്നെ താഴെ ആ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് ആ വ്യൂ ഒക്കെ ഒന്നുകൂടി ഒന്ന് കണ്ടിട്ട് നേരെ നമ്മൾ ഇവിടെ നിന്ന് വിടുവാണേ. എന്നിട്ട് നമ്മൾ പോണ വഴി നേരെ കുട്ടമ്പുഴയിലുള്ള ഹോട്ടൽ അശോക് അവിടെ കയറി. അപ്പോൾ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞതാ കണ്ടോട്ടോ, അടിപൊളി വ്യൂ ആണ്. അവിടെ നിന്ന് നല്ല ചൂടുള്ള പൊറോട്ടയും സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി, നല്ല തിക്കായിട്ടുള്ള സാമ്പാറും കഴിച്ച് നേരെ നമ്മൾ പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ പരിപാടി, അതായത് ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പ്ലാനുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.